എന്താണ് അപ്പോസ്തലിക ഉപദേശം? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. 6:17 ഞാൻ വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു ഉപദേശ രൂപം, ആ വാക്ക് ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി മാറി. അപ്പോൾ ഉപദേശ രൂപത്തെ അനുസരിക്കുക. ഒരു ഉപദേശ രൂപം എന്തിനു വേണ്ടിയുള്ളതാണ്? അത് ജോലി കിട്ടാൻ വേണ്ടിയുള്ളൂ, സമ്പത്ത് കിട്ടാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്, പാപത്തെ ജയിക്കാൻ വേണ്ടിയുള്ളതാണ്, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഉപദേശം, ഇതാണ് സഭയുടെ ഫൗണ്ടേഷനായിട്ട് വരുന്നത്. ഇതൊരു വാക്യത്തിൽ തീരുന്നതല്ല, അതൊരു ബൃഹത്തായ വ്യവസ്ഥാപിതമായ ദൈവശാസ്ത്രത്തിന്റെ അംശങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ഉപദേശം, അത് ഒരു ഉപദേശ രൂപമായി അപ്പോസ്തലന്മാർ അന്ന് സ്ഥാപിക്കപ്പെട്ട സകല സഭകളിലും നൽകിയിട്ടുണ്ടായിരുന്നു.